വെൽക്കം ടു പരലോകം. ഇന്ന് ഞാനാണ് നിങ്ങളെ ചോദ്യം ചെയ്ത മാലാക. ഓ, അതപ്പോ താങ്കളായിരുന്നു അല്ലേ? അതെ, നമുക്ക് ചോദ്യോത്തരകളിലേക്ക് കടക്കാം. അറേഞ്ച് മാരേജ്, താങ്കൾ പറയൂ, താങ്കളും താങ്കളുടെ ഭാര്യയും തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ അത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? അത് പിന്നെ മാലാകെ, ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞങ്ങൾ രണ്ടാളും രണ്ടിടത്ത് പോയി മൂന്ന് വെച്ചിരിക്കും. എന്നിട്ട് വീട്ടുകാരെ വിളിച്ചറിയിക്കും. എന്നിട്ട് ഞാൻ അവളുടെ വീട്ടുകാരെയും അവൾ എന്റെ വീട്ടുകാരെയും വിളിച്ചറിയിക്കും. അവർ വരും, ഞങ്ങൾ രണ്ടുപേരുടെ പ്രശ്നം സോൾവ് ചെയ്യും, അവർ പോകും. അപ്പൊ ലവ് മാരേജ്, താങ്കളോ? ഞങ്ങൾക്കിടെ എന്തുണ്ടായാലും അത് ഞങ്ങളുടെ വീട്ടുകാരും കുടുംബക്കാരും അറിയരുത്, അത്രേ ഉള്ളൂ. അതെന്തേ? നീയായിട്ട് സ്വന്തമായിട്ട് കണ്ടെത്തിയതല്ലേ, നിങ്ങളായിട്ട് സ്വന്തമായിട്ട് തെരഞ്ഞെടുത്തതല്ലേ എന്നൊക്കെ ചോദിക്കും. വെറുതെ എന്തിനാ ഇതൊക്കെ കേൾക്കുന്നത്? ഓക്കെ, അറേഞ്ച് മാരേജ്, താങ്കൾ പറയൂ, താങ്കളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരായിരുന്നു? മാലാകെ, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് എന്റെ അളിയനായിരുന്നു, എന്റെ ഭാര്യയുടെ സഹോദരൻ. ഭയങ്കര ബഹുമാനമാണ് ആ പയ്യൻ എന്നോട്, എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങൾ ഭയങ്കര കൂട്ടുകാരെ പോലാണ്. ലവ് മാരേജ്, അപ്പൊ താങ്കളുടെ ഭാര്യയുടെ അനിയനും? എനിക്കൊരു അളിയനുണ്ട്, അവൻ എന്നെ ലോക പുച്ഛമാണ്. എന്തിന്? അവൻ എന്റെ അക്കൗണ്ട് പോലും ഫോളോ ചെയ്തിട്ടില്ല. അവന്റെ പെരുമാറ്റം കണ്ടതൊന്നും ഞാൻ അവന്റെ വീട്ടിൽ എന്തോ മോഷ്ടിച്ചുകൊണ്ട് വന്നതുപോലെ. താങ്കൾ ഒരാളുടെ ദുഃഖത്തിൽ ചിരിക്കുന്നു. നിങ്ങളുടെ രണ്ടാളുടെയും കംപ്ലൈന്റ് ബോക്സ് ഞാൻ തുറക്കാൻ പോവുകയാണ്. നിങ്ങളുടെ രണ്ടാളുടെയും കംപ്ലൈന്റ് ബോക്സിൽ നിങ്ങളുടെ രണ്ടാളുടെയും ഭാര്യമാരുടെ ഒരു കംപ്ലൈന്റ് കിടക്കുന്നു. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവരുടെ വീട്ടിൽ പോകാറില്ല. ഇനി അഥവാ പോയാലും പെട്ടെന്ന് ഇറങ്ങി അവിടെ നിന്ന് ഓടുന്നു. അതിനുള്ള കാരണം എന്താ? അറേഞ്ച് മാരേജ്, താങ്കൾ പറയും. മാലാകെ, ശരിക്കും പറയാലോ, ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അവിടെ പോയാൽ ഭാര്യയുടെ അച്ഛന്റെ തള്ളു കേൾക്കണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ വീട്ടിലെ കക്കൂസ് മാറി വേറൊരു കക്കൂസ് പോയി അപ്പിടാൻ പറ്റില്ല. കൈയോട് മാലാകെ, എനിക്ക് സെയിം ഉത്തരം തന്നെയാണ്. വെയിറ്റർ മാലാകെ, ഒരു ചായ. സാർ, ഇവിടെ ചായയൊക്കെ കിട്ടുമോ? എനിക്കൂടെ ഒരു ചായ. കല്യാണത്തിന് ശേഷം ഞാൻ ചായയെ കുടിച്ചിട്ടില്ല. അതെന്താ താങ്കൾ ചായ കുടിക്കാൻ കല്യാണത്തിന് ശേഷം? അതെന്താണെന്ന് വെച്ചാൽ കല്യാണത്തിന് മുമ്പ് മമ്മി ചായ ഉണ്ടാക്കിക്കൊണ്ട് വരുമായിരുന്നു. കല്യാണത്തിന് ശേഷം മമ്മി കരുതി അവനൊരു ഭാര്യയായാലോ, അവൾ ഉണ്ടാക്കിക്കൊണ്ട് വരുമെന്ന്. അവളാണെങ്കിൽ എന്നെ വിശ്വസിച്ച് കടന്നുറങ്ങും. എനിക്കൊട്ടാണെങ്കിൽ അടുക്കള കയറി ചായ ഉണ്ടാക്കാനും പറ്റത്തില്ല. അതെന്താ താങ്കൾക്ക് കിച്ചണിൽ കയറി ഉണ്ടാക്കി കുടിച്ചുകൂടായിരുന്നു? അടുക്കള കയറിയ വിഷയമല്ലേ? അടുക്കള കയറിയ മമ്മി പറയും, കല്യാണത്തിന് മുമ്പ് അവൻ ചൂടുവെള്ളം എത്താൻ പോലും കിച്ചണിൽ കയറിയിട്ടില്ല. ഇപ്പൊ നോക്കൂ, ഒരു പെണ്ണ് വന്നപ്പോൾ അവൻ ചായ ഇടാൻ അടുക്കള കയറിയിരിക്കുന്നത്. ഓ, പിന്നെ സിമിലാരിറ്റി. കൈവിട്. മാലാകെ, എനിക്കൂടെ ഒരു ചായ. ഞാൻ കരുതി ഈ പ്രശ്നം ഈ പരലോകത്ത് മാത്രമേ ഉള്ളൂ, ഇത് അവിടെ ഉണ്ടായിരുന്നില്ലേ?